ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നലെ എപ്പിസോഡിൽ നടന്നത് ഷാനവാസായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അനീഷിന് ദോഷം ചെയ്യുമെന്ന് നമ്മളിൽ പലരും പറഞ്ഞിരുന്നു. അതിപ്പോൾ അനീഷിനും മനസ്സിലായിട്ടുണ്ട്. സുഹൃത്തിനെ തെരഞ്ഞെടുത്തതിൽ എനിക്ക് തെറ്റുപറ്റിയെന്ന് ഇന്നലെ അനീഷ് സ്വയം ഇരുന്ന് പറയുന്നുണ്ട്. അനീഷ് ഷാനവാസ് ഫ്രണ്ട്ഷിപ്പ് ഇതിൽ അനീഷ് 100% സത്യസന്ധമായി തന്നെയാണ് നിന്നിരുന്നത്. എന്നാൽ ഷാനവാസ് ആളൊരു കുറുക്കനാണ്. ഒരു കോമണറെ തൻ്റെ ഒപ്പം നിർത്തിയാൽ തനിക്ക് കിട്ടാൻ പോകുന്ന ജനപിന്തുണ എന്താണെന്ന് നന്നായിട്ടറിയാം. ഒരു ഡയറക്ടറുടെ കയ്യിൽ നിന്നും അനീഷിന് ആദ്യമായി കിട്ടിയതാണ് ആ കോയിൻ. അതും ജിത്തു ജോസഫിന്റെ കയ്യിൽ നിന്ന്. അത് ആദില അടിച്ചു മാറ്റി. ഷാനവാസും ആദിലയുടെ കൂടെ കൂടി കോയിൻ വെച്ച് അനീഷിനോട് വിലപേശാൻ തുടങ്ങി. ഒരു നല്ല സുഹൃത്ത് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അനീഷ് ഒറ്റയ്ക്ക് തന്നെ ഗെയിം കളിക്കുന്നതാണ് നല്ലത്. ഷാനവാസ് നെവിൻ വിഷയത്തിൽ അനീഷ് ഷാനവാസിന്റെ കൂടെയാണ് നിന്നത്. അത് എന്തുകൊണ്ടാണ്? ഒരു പ്രശ്നം വരുമ്പോൾ സുഹൃത്തിനെ ഒറ്റപ്പെടുത്തുന്നവൻ അല്ല ആത്മാർത്ഥ സുഹൃത്ത്. അത് അനീഷിനറിയാം. അതുകൊണ്ട് തന്നെ അനീഷ് ഷാനവാസിന്റെ കൂടെ നിന്നു. എന്നാൽ ഷാനവാസ് എന്താണ് ചെയ്യുന്നത്? നെവിന്റെ വിഷയം ഇത്രയും പ്രശ്നമാക്കിയത് ആദിലയാണ്. ആദില പറയുന്നതെല്ലാം കേട്ട് ഷാനവാസ് ഇപ്പോൾ അനീഷിനെതിരെ ഗെയിം കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് കോംബോ അതെല്ലാം ഇഷ്ടമാണ്. എന്നാലും അനീഷ് ഇവിടെ വെച്ച് അതെല്ലാം അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. 100 ദിവസം കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ പിന്നെ ഷാനവാസ് അനീഷിനെ തിരിഞ്ഞു നോക്കില്ല. അത് 100% ഉറപ്പാണ്.